ഉണ്ടായത്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു ഞാൻ ശരിക്കും ഡിസിഷൻ എടുത്ത് ഞാൻ വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ മറ്റൊരു കുടുംബ കോടതിയിലും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോ തന്നെ നമ്മളെ, അതായത് ഇപ്പൊ നമ്മൾ രണ്ടാമത് ചെന്നപ്പോഴും നമ്മളെ അവർക്ക് മനസ്സിലായി. കാരണം അന്ന് അത് ഞാൻ അത്രയും സങ്കടത്തോടെ കരഞ്ഞു കൂവി ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ച്, നിൽക്കുന്ന 1 വയസ്സ് പോലും ആയിട്ടില്ല, ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഈ ഒരു പ്രശ്നം ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായതും. അപ്പോ ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി. അവസാനം കുഞ്ഞാറ്റ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന പോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം, ഒരു ഭാര്യയും കാണാൻ പറ്റാത്ത കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തതും. പിന്നെ കുറേയധികം പേര് കമൻസിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഞാൻ അവന് ജോലി ഇല്ലാത്തതുകൊണ്ടാണ്, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് കളഞ്ഞിട്ട് പോയെന്നുള്ളൊരു കാര്യം. എനിക്കൊരു കുട്ടിയുണ്ട്, മാക്സിമം ഞാൻ ഒത്തുപോകാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചതെന്നുള്ളൊരു കാര്യം കുഞ്ഞാറ്റ പറയുന്നുണ്ട്.